വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. ആദ്യമേ തന്നെ പറഞ്ഞേക്കുക. അപ്പോൾ നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസ് എന്ന് പറഞ്ഞാൽ എത്ര വീഡിയോസ് ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വളരെ നല്ലതായതുകൊണ്ട് എത്ര വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് തിടമ്പാണ് കേട്ടോ. നമ്മൾ 2 വർഷം മുൻപേ ഓണം സീരീസിലാണ് ഫസ്റ്റ് നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു, ഞങ്ങൾ നെറ്റിപ്പട്ടം തുടങ്ങി എന്നൊക്കെ കുറേ പേരായി വിളിച്ച് പറയണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഓണത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ തിടമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നെറ്റിപ്പട്ടം പോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തിടമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് എന്നെ ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ ചെയ്യാവോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഓണത്തിൻ്റെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാനലിൽ നിങ്ങൾ ഹോം പേജ് ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ അതിൽ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഓണത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വാൽക്കണ്ണാടി, അതുപോലെ മിറർ സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാഫ് സാരി ചെയ്യാമോ എന്ന് കുറേ പേരായി ചോദിക്കുന്നു. ഞാൻ ഹാഫ് സാരി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാവും പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോം പേജ് ഒന്ന് നോക്കിയിട്ട് അതിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഓണത്തിൻ്റെ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമല്ലാതെ ഞാൻ ഓരോ ദിവസമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് പോയി നോക്കാം കേട്ടോ. ഡിസൈൻസ് മാത്രമാണ് ഓണം വീഡിയോസിൽ ഞാൻ ഇട്ടേക്കുന്നത്, ഡിസൈൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ന വീഡിയോസ് ഒക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. നേരത്തെ പറഞ്ഞാലാണ് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, എല്ലാം പ്ലാനിങ്ങിലേ ഉള്ളൂ. ചെയ്യണം, ഓരോന്നോരോന്നായി ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണം 2021 ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ തിടമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് തിടമ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും വാങ്ങിച്ചത് ഫെജി ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലെ റെഡ് വെൽവെറ്റ് തുണി തന്നെയാണ്. ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിനേക്കാൾ കുറച്ചും കൂടെ ഷൈനിങ് കൂടിയതാണ് കേട്ടോ. തിടമ്പിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കണം. അപ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളായ റെഡ് ആയിരിക്കും കിട്ടുക. കാരണം റെഡ് നമുക്ക് നന്നായി കാണണം. ചുവന്ന പട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നല്ല കളറുള്ള വെൽവെറ്റ് ആയിരിക്കണം. പിന്നെ നമുക്കിത് ഇതുപോലെയുള്ള ഫ്രെയിം കിട്ടും. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്നതിനെ ഗോളക എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഗോളക വെച്ചിട്ടുള്ള ഫ്രെയിം കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ സൈസ് ഒന്നും നോക്കണ്ട കേട്ടോ. 1 ഫീറ്റ് അതിൻ്റെ ചെറുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസാണ് കിട്ടുക. ഇത് നാഗപടം എന്നാണ് പറയണേ. പിന്നെ ഒക്കെ സ്റ്റാർസ്, നമ്മൾ നെറ്റിപ്പട്ടം പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇത് അംബ്രല്ലയാണ് കേട്ടോ. നമ്മൾ തിടമ്പിൻ്റെ മുകളിൽ അംബ്രല്ല എഴുന്നള്ളിക്കില്ലേ, അതാണ് കുട എഴുന്നള്ളിക്കുന്ന ഒരു സങ്കല്പമാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെയാണെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വരിക കേട്ടോ. ഇതിങ്ങനെ ഒരു തടിയിൽ വെൽവെറ്റ് കവർ ചെയ്തിട്ട് ഇത് നമ്മൾ തിടമ്പിൻ്റെ മുകളിൽ നിൽക്കണം കേട്ടോ. അതാണ് സൈസ്. നിങ്ങൾ എത്ര 1 ഫീറ്റിൻ്റെ ആണോ അതിൻ്റെ കൂടുതലാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേതെ നിൽക്കുന്ന വിധത്തിൽ വേണം. എന്നിട്ട് ഇതുപോലെ സ്ക്രൂ അടിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ്. ഈ അംബ്രല്ല ഉണ്ടല്ലോ, ഈ ഗോപുരമാണ് മുകളിൽ നമ്മൾ വെക്കുന്നത്. അതിൻ്റെ അടിയിൽ ഈ ഗോൾഡൻ ഷെല്ലുകളുണ്ടല്ലോ, അത് ഈ കുടയിൽ നമ്മളിങ്ങനെ തോരണാക്കിയിട്ട് തൂക്കിയിടണം. അത് തൂക്കിയിടുന്നത് ഇതുപോലുള്ള ഈ ജമ്പ് റിങ് ഉണ്ടല്ലോ, ഇതിൽ ഓരോന്ന് എടുത്തിട്ട് ഇതിൽ ഓരോ തുളയിട്ട് നമ്മൾ ഈ ജമ്പ് റിങ് ആദ്യം ഇടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഗോൾഡൻ ഷെല്ല് കൂട്ടിയിടുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ചിലപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് വേണം. പിന്നെ നമ്മൾ ഫെവി ബോണ്ട് ഗ്ലൂവിൽ തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള വൂളൻ ത്രെഡ്. ഇത് ഒരെണ്ണം മതിയായിരിക്കും കേട്ടോ. ഞാൻ 2 കളറേ കൊടുക്കുന്നുള്ളൂ. റെഡും ഗ്രീനും ഓരോന്നും മതിയാവും. ഇനി നമുക്ക് തിടമ്പുണ്ടാക്കാൻ കിറ്റിൻ്റെ കൂടെ കിട്ടാത്ത കുറച്ച് സംഭവങ്ങൾ വേണം. ഇതുപോലെയുള്ള ഈ ഫൈബറിൻ്റെ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഒക്കെ തടി ഉണ്ടല്ലോ, ഫ്രെയിം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടില്ല. അത് നമ്മൾ ഏതെങ്കിലും ഫൈബറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഫ്രെയിം വെക്കാൻ പാകത്തിന് അതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് ബാക്കിൽ നിർത്താനായിട്ട് ഇതുപോലെയുള്ള ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് ഞാനിങ്ങനെ ബാക്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ആണി അടിച്ച് വെച്ചേക്കുന്ന ഇത് പീഠമാണ് കേട്ടോ. താഴെ ഇതെല്ലാം നമ്മൾ വെൽവെറ്റ് വെച്ച് കവർ ചെയ്യും. ഇത് പീഠമാണ്. ഈ പീഠത്തിലാണ് നമ്മൾ തിടമ്പ് വയ്ക്കുക.
അപ്പോൾ ഈ ഒരു ബാക്കിൽ കഷ്ണം വെച്ചേക്കുന്നത് ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെയുള്ള തടിയിലാണ് ഈ വെൽവെറ്റും വെച്ച് കവർ ചെയ്തേക്കുന്നത് കുടയായിട്ട്. പിന്നെ നമുക്ക് ഇതുപോലുള്ള രൂപങ്ങൾ, ഇതൊന്നും കിറ്റിൻ്റെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. എല്ലാ ഷോപ്പിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചെടുത്തുനിന്ന് ഈ രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം കേട്ടോ. നമുക്ക് ഏത് രൂപമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഫൈബറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രെയിം എത്രയാണുള്ളത് അതിൻ്റെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എടുക്കുക. നമുക്ക് ത്രെഡ് വെക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെൽവെറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതേപോലെ തന്നെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ട് ഫുൾ ഒട്ടിച്ചെടുക്കുക 2 സൈഡും. മുകളിൽ ആദ്യം നല്ല ഭാഗം ആദ്യം ഒട്ടിച്ചിട്ട് ബാക്കിൽ അതിൻ്റെ 1 ഇഞ്ച് കുറച്ച് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ. എന്നിട്ട് 2 പീസും കൂട്ടി ഒട്ടിക്കലാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇതേപോലെ 2 സൈഡും ഒട്ടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ വേണം ഒട്ടിക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ പീഠം ഒരു തടി കഷ്ണം വെച്ചിട്ടുണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ വെൽവെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒട്ടിക്കാൻ ആണിയൊക്കെ പുറത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേതെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 2 ആണി അപ്പുറത്തും ഇപ്പുറത്തും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് കിട്ടില്ല. നമ്മൾ പീഠം ഇങ്ങനെ വെക്കാനുള്ളതല്ലേ നിലത്ത്. അപ്പോൾ 2 ആണി ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ നല്ല സെക്യൂർഡാക്കി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രെയിം, ഗോളക വെച്ചിട്ടുള്ള ഈ ഫ്രെയിമാണ് ആദ്യം ഒട്ടിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാ ഡെക്കറേഷനും ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ വെക്കേണ്ടത് കേട്ടോ. ഞാനിതിപ്പം ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിന് കെട്ടില്ലേ, അതേപോലെ തന്നെ ചെറുത്, വലുത് വേണ്ട ചെറുത്, ഈ ത്രെഡ് വെച്ചിട്ട് 2 കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. ഈ കളർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. ഞാൻ ത്രെഡ് കെട്ടുന്നത് കാണിക്കുന്നില്ല കേട്ടോ, നെറ്റിപ്പട്ടം വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കാണിക്കുന്നില്ല. അങ്ങനെ കെട്ടിടുക. എന്നിട്ട് ഇതേപോലെ കെട്ടിടുക. എന്നിട്ട് ഇങ്ങനെ വളച്ച് വയ്ക്കുക. താഴെ നമ്മൾ വെക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ ചുറ്റും മാത്രം വെച്ചാൽ മതി. പീഠത്തിൻ്റെ ആ സൈഡിൽ വെക്കേണ്ട കേട്ടോ. ഇങ്ങനെ വളച്ച് വയ്ക്കുക. ഫ്രെയിമിൻ്റെ അവിടെ മാത്രം, നമ്മൾ അവിടെയല്ലേ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ, അവിടെ മാത്രമേ ഇങ്ങനെ വളച്ച് വെച്ച് ഒട്ടിക്കുക. ഈ ത്രെഡിൻ്റെ അവസാനം വരുന്നത് നമ്മളൊരു കെട്ടിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ. ഈ ത്രെഡ് ബാക്കിയുള്ളത് വെട്ടിക്കളയുക. ഇനി നമുക്ക് ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുട വെക്കാം. അപ്പോൾ ഈ കുട ഇങ്ങനെ ഫുള്ള് നമ്മൾ ആ വെൽവെറ്റ് ക്ലോത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ആ ഒട്ടിക്കണതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇതിൽ ഒരു ആണിയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. തിടമ്പ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനത് ഒട്ടിച്ചിട്ടില്ല, എല്ലാം ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളത് കമൻസിലൊന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇത് സെയിൽ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.